ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൂഫി വിത്ത് കാരു. ഇന്നൊരു സ്പെഷ്യൽ ഫ്രഷ് കണ്ടന്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും പോസിറ്റിവിറ്റി കിട്ടാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ നിങ്ങളാരും ചിരിക്കരുത്. ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടുണ്ട്. രാവിലെ അമ്മൂമ്മയൊക്കെ പറഞ്ഞതാണ്, രാവിലെ എണീറ്റിട്ട് പശുവിൻ്റെ ബാക്ക് കണ്ടാൽ ഐശ്വര്യമാണ്. പശുവിൻ്റെ ബാക്ക് കാണാത്ത ദിവസം അത്ര എനിക്ക് ഐശ്വര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ചില ദിവസം ഞാൻ കരഞ്ഞിട്ട് വരുന്നുണ്ട്. ശരിക്കും പശു ഇതറിഞ്ഞ് എന്നെ ഓടിച്ചിട്ട് ഇടിക്കും. എന്നാലും ഞാൻ പറയുകയാണ്, ഇവിടെ നിന്ന് നേരെ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം എൻ്റെ ഒരു വലിയ വിഷമം അതന്നായിരുന്നു. പശുവിൻ്റെ ബാക്ക് അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ എണീറ്റ് കൊടുക്കുമ്പം ഹസ്ബൻഡിൻ്റെ ബാക്ക് എനിക്ക് കാണുന്നത്. രാവിലെ സമയം 9:35. ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് അല്ല, ഞാൻ തരും. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമുണ്ട്. അപ്പത്തിൻ്റെ ബാക്ക് കരിഞ്ഞിരിക്കും. അപ്പമുണ്ട്, സ്റ്റൂ കറിയുണ്ട്. ഇടയ്ക്ക് കുറേ നാള് പ്രഗ്നൻസി ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഫുഡ് അവേർഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊന്നും കഴിക്കാൻ പറ്റൂലായിരുന്നു. ഇപ്പം പിന്നെ ഞാൻ പതുക്കെ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം എല്ലാം കഴിക്കുന്നുണ്ട് ഞാൻ. ഹായ് ഗായ്സ്, ഒരു ദിവസം നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റീവായിരിക്കണം. ഇത് പറയുമ്പോൾ എൻ്റെ വീട്ടുകാരെന്നെ പുച്ഛിക്കും. കാരണം ഇത്രയും നാളും പകൽ സമയം എപ്പോൾ ഒഴിവ് കിട്ടുമോ അപ്പോഴെല്ലാം ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയും, ബേബി എപ്പോഴും ഉറങ്ങിയിരിക്കും. ഇനി തൊട്ട് എൻ്റെ ബേബി ഉറങ്ങില്ല. ഇന്ന് ഞാൻ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ അസൈൻമെൻറ്റ് എഴുതാൻ പോകുന്നു. ഞാനിപ്പോൾ ഇഗ്നോയിൽ MBA ചെയ്യാണ്. അപ്പോൾ അവരുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ ടൈമായി. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റീവായിട്ട് എൻ്റെ അസൈൻമെൻറ്റ് എഴുതാൻ പോകും. ഹൗ പ്രൊഡക്റ്റീവായ ഇന്നലെ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വ്ളോഗൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പേളിമാണിയുടെ വ്ളോഗ് കണ്ടു. അതിൽ പൊതിച്ചോറ് കണ്ടിട്ട് എനിക്ക് അങ്ങ് കൊതിയായി കേട്ടോ. അപ്പം അങ്ങനെ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ്. ഇത് കാണുമ്പോഴേക്കും ഞാനാണ് അമ്മയും അമ്മൂമ്മയും കൂടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ്. ചോറുണ്ട്, അവിയലുണ്ട്. അവിയൽ നമുക്ക് ആവശ്യമില്ല, അത്ര ഞാൻ കഴിക്കാറില്ല. തോരനുണ്ട്, മുട്ട പിരിച്ചതുണ്ട്, ചമ്മന്തി ഉണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, അച്ചാറുണ്ട്. ധാരാളം, ഇത് തന്നെ ധാരാളം. അപ്പം നമുക്ക് ചോറ് കോരി വെക്കാം. ചോറാണ്, നമുക്ക് ചോറ് കോരാം. എനിക്കുള്ള ചോറ് ഞാൻ കോരി വയ്ക്കും. ഓക്കെ, ചോറ് പൊരിച്ച് ഞാൻ ഈ ചോറിന് കറി ഊരാം. അവിയലൊക്കെ എല്ലാവരും കഴിക്കാം. ഞങ്ങൾക്ക് കുറച്ച് കഴിക്കുള്ളൂ എന്നിട്ട് എന്നെ കണ്ട് പഠിക്കുന്നത്. ഇനി തോരൻ, ക്യാബേജ് തോരനാണ്. തോരൻ വയ്ക്കാം. ഇനി ചമ്മന്തി ഉണ്ട്. ഞാൻ കൈ കഴുകിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ചമ്മന്തി നമുക്ക് എടുക്കാം. ചമ്മന്തി ഉരുട്ടി നമുക്ക് വയ്ക്കാം. ഇത് ഭംഗിയില്ലോ. ഇനി നമുക്ക് നമുക്ക് 3 വിഷമം അവർക്കുണ്ട് കേട്ടോ. അവർക്ക് ഇല്ലാതില്ല, അവർക്കും തിന്നാനും ഉണ്ട്. എനിക്കുള്ളതാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട വറുത്തതുണ്ട്. ഇനി അച്ചാർ. ഇനി നമുക്കിത് പൊതിയാം. ഞാൻ സ്റ്റൈലിൽ ചോറെല്ലാം പൊതിയെങ്കിലും നമുക്ക് പൊതിയ അറിയില്ല ഗൈസ്. മുമ്പ് നല്ല കൂളായിട്ട് പൊതിയുന്നുണ്ട്. കുളിച്ചിട്ട് വന്നാലേ ചോറ് തരുള്ളൂ. അപ്പോൾ നമ്മൾ കുളിക്കാൻ പോവാണ്. ഈ ഇടയായിട്ട് എനിക്ക് തുടങ്ങിയൊരു ശീലമാണ് സ്കിൻ കെയർ. ഞാനിങ്ങനെ ഈ സമയത്ത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മളെ സ്കിന്നൊക്കെ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ഭയങ്കര സുന്ദരിയാവും എന്നാണ് ഇവരെന്നോട് പറഞ്ഞിട്ടുള്ളത്. അത് വിശ്വസിച്ച് തന്നെ ഞാനിപ്പോൾ എനിക്ക് പറ്റുന്ന ദിവസമൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വീട്ടിലുള്ള ദിവസമൊക്കെ കുളിക്കുമ്പോൾ
കസ്തൂരി മഞ്ഞൾ വാങ്ങിച്ചിട്ടുണ്ട്, പൊടിച്ച് വാങ്ങിച്ചിട്ടുള്ള കസ്തൂരി മഞ്ഞളും തൈരൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ തേച്ചിട്ട് കുളിച്ചിട്ട് കയറും. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ അത് നല്ലോണം ചേടാ കുളിച്ചിട്ടൊക്കെ വന്നു. ഇനി നമുക്ക് ചോറ് കിട്ടാം. നമ്മുടെ പൊതിച്ചോറ് നേരത്തെ പൊതിഞ്ഞ് വെച്ചാൽ നമ്മുടെ സൂപ്പർ പൊതിച്ചോറ് കഴിക്കാം. വേഗം വന്ന് അമ്മ ടാറ്റ ചോറ്. മമ്മി ടാറ്റ. ഹായ് ഗായ്സ്, അങ്ങനെ മമ്മി നൈറ്റ് ഷിഫ്റ്റിന് പോയി. മമ്മി SK ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. SK ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. വെൽക്കം ഹോം. അങ്ങനെ എൻ്റെ ഒരു ദിവസം കഴിഞ്ഞു. അങ്ങനെ വലിയ സംഭവമൊന്നുമില്ലെങ്കിലും എൻ്റെ സാധാ ഒരു ഡേ, ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ഡേ ആണ് നിങ്ങൾക്ക് കാണിച്ചത്. കുഞ്ഞു കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.